ഹലോ ഡിയേഴ്സ്, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ? അപ്പോൾ ഇവിടുത്തെ ന്യൂ ഇയർ വിശേഷം പങ്കിടാനാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇന്നാണല്ലോ ജനുവരി 2, അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ ഇന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട ഫ്രെയിമിൻ്റെ അവിടെയാണ് കേട്ടോ ആഘോഷിക്കാൻ പോയത്. ഞാൻ പറഞ്ഞല്ലോ UAE എന്നുള്ളത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ദൃശ്യവിരുന്നുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഡ്രോൺ കൊണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാ കൃത്യം 12 മണിക്ക് താണ്ട ഇതേപോലെ തന്നെ വെടിക്കെട്ടോട് കൂടിയിട്ടുള്ളൊരു ന്യൂ ഇയർ ആഘോഷമാണ് അവിടെ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലില്ലാത്ത, അതായത് ഇവിടെ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കും മിക്കവരും ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു പുതിയൊരു അനുഭവം ആയതുകൊണ്ട് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ മൂന്നിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ തുടക്കം കോഫിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിൽ വന്നപ്പോഴാണ് ചേച്ചി വിളിച്ചത്. അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ വന്നു കേട്ടോ. പിന്നെ അവരുമായിട്ട് നമ്മൾ നേരെ ഫ്രെയിം കാണാൻ വേണ്ടി പോയി. എൻ്റെ ആഗ്രഹപ്രകാരം അവരെന്നെ അങ്ങോട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടോ. ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ പൂക്കൾ, ഇതേ കണക്കുണ്ട വെള്ളപ്പാട്ടം, അതേപോലെ തന്നെ ഏതാണ്ട് ഡൈനോ ജിറാസിക് പാർക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കണ്ട് സംസാരിച്ച് അതുവഴിയൊക്കെ നടന്നപ്പോഴാണ് ഞാൻ അവിടെ നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ഏതാണ്ട് സോളാർ സിസ്റ്റം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചേച്ചിയുടെയും ചേട്ടൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. ഞാൻ അവരുടെ ഒഫീഷ്യൽ ക്യാമറ വുമൺ ആയെന്ന് തന്നെ പറയാം. അവരുടെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ചുറ്റിയടിച്ച് നടന്ന് അവിടുത്തെ കുറച്ചും കൂടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഒന്ന് ചുറ്റി ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചി ചേട്ടനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഫ്രെയിം നോക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പാർക്കിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല, എന്നാലും അവിടെ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചുറ്റി നടന്ന് കഴിഞ്ഞ് അങ്ങനെ നേരം വൈകുന്നേരം ആറായിട്ടാ. പിന്നെ നമുക്കെന്നാൽ പുറത്ത് പോയാലോ ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് നമ്മൾ പുറത്തോട്ടുള്ള പോക്കിലാണ്. അങ്ങനെ ഫ്രെയിമിനോട് ബൈ പറഞ്ഞു. അപ്പോൾ രാത്രി ആയപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ, അതേ കാഴ്ചകളൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.